മലപ്പുറം പോത്തുകല്ലിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക്. മുണ്ടേരി തണ്ടൻകല്ല് കോളനിയിലെ രാജേഷിനാണ് പരിക്കേറ്റത്. തോളലിനും വാരിയലിനും പരിക്കേറ്റ രാജേഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി അഷ്കർ അലി ചേരുന്നു. അഷ്കർ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിലെ ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്നത്. മുണ്ടേരിയിൽ ഫാമിലി ജീവനക്കാർ ഇത്തരത്തിൽ ആനയുടെ ചിഹ്നം വിളി കേട്ടാണ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. അപ്പോഴാണ് ആനയുടെ സമീപത്തായി രാജേഷ് ആനയുടെ ആക്രമണത്തിനിരയായി കിടക്കുന്ന ദൃശ്യം കാണുന്നത്. തുടർന്ന് അവിടെ നിന്നും ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും രാജേഷിനെ മാറ്റി. രാജേഷിന്റെ തോളലിലും വാരിയലിലുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ തോളലിലും വാരിയലിലും പൊട്ടിയ നിലയിലാണ് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. മാത്രമല്ല, ഈ നിലമ്പൂർ ചാലിയാറിനോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ് മുണ്ടേരി ഫാമും അതുപോലെ തന്നെ തണ്ടങ്കൽ കോളനിയും. ഈ ചാലിയാർ പുഴ മുറിച്ചു കടന്നുകൊണ്ടെത്തിയ കോളനിയിൽ നിന്നും മുണ്ടേരി ഫാമിലേക്ക് എത്തിയ ഈ രാജേഷിനെ അവിടെ വെച്ച് കാട്ടാൻ ആക്രമിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. പുഴയിൽ നിന്നും ഫാമിലേക്ക് കയറുന്ന ഭാഗത്ത് അവിടെയുള്ള കിണറിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആക്രമിക്കപ്പെടുന്നത് ആരും തന്നെ കണ്ടിട്ടില്ല. തുടർന്ന് ആനയുടെ ചിഹ്നം വിളി കേട്ട് എത്തിയ ആളുകളാണ് ഇത്തരത്തിൽ അക്രമത്തിനെതിരായി കാട്ടാനയുടെ അക്രമത്തിനെതിരായി രാജേഷ് കിടക്കുന്നത്, ആരുടെ സമീപത്ത് തന്നെ കിടക്കുന്നത് കാണുന്നത്. പിന്നീട് ഇവരെല്ലാവരും പോത്തുകല്ല് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് നാട്ടുകാരും പോലീസും ചേർന്ന് രാജേഷിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അതുല്യ. ശരി, വ്യക്തമാണ്. പോത്തുകല്ലിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റിരിക്കുകയാണ്. മുണ്ടേരി തണ്ടൻകല്ല് കോളനിയിലെ രാജേഷിനാണ് പരിക്കേറ്റത്. മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അഷ്കർ അലി.